ഈ വൃത്തം പറയുന്നത് ആ മഹാനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. കണ്ണുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട ആ കണ്ണുകൊണ്ട് ഞാൻ ചോദിക്കുന്ന റബ്ബേ മഴ തരണേ എന്നാണ് ആ ദുആ. അപ്പൊ നോക്കൂ, ഒരു സൂഫിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായതുകൊണ്ട് അത് വെച്ച് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയത്. ഡൽഹിയിൽ കണ്ടതല്ല, അത് പഞ്ചനക്ഷത്ര ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു കേട്ടിട്ടില്ല. ഒരു കാലത്ത് അദ്ദേഹം എന്റെ ഭരണാധികാരിയായി സൂഫിയായപ്പോൾ അദ്ദേഹം ഒരു സൂഫിയായപ്പോൾ എല്ലാം ഒഴിവാക്കി. ദുനിയാവിനോട് യാതൊരു ബന്ധവും ജീവിച്ചു പോകുന്നു. അതിന് നിർബന്ധമായ ഭക്ഷണം എന്നതല്ലാതെ ഉറപ്പ് എന്നതല്ലാതെ നമുക്കതൊരു പ്രശ്നമില്ല. നമുക്ക് ഭക്ഷണമില്ലെങ്കിൽ പ്രശ്നം, നമുക്ക് ഉറപ്പില്ലെങ്കിൽ പ്രശ്നമില്ല. സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. അത്യാവശ്യം ഉറപ്പ് മാത്രമേ അവർക്ക്. അവർ അള്ളാഹുവിലേക്ക് വളരെയധികം ലഭിച്ചവരാണ്. ചിലപ്പോ കുളിക്കാനും അലക്കാനും ഒരു മറക്കും, അത് ഒരു ലഹരിയാണ്. ചിലപ്പോ സൂഫികൾ വല്ലാതെ കാട് കയറിയാൽ മാനസികമാണ്. ഭൗതിക വിഷയത്തിൽ നമുക്ക് മാനസികമാണ്. 5 കുട്ടികളെ കെട്ടിക്കാനുള്ള ഞാൻ ആ വിഷയം ചിന്തിച്ച് പ്രശ്നമായി അത് മാനസികം. ഇത് എന്തെങ്കിലുമൊക്കെ പറയും മാനസികം എന്ന് പറയും. അത് കാട് കയറിയാൽ ഭ്രാന്താണെന്ന് പറയും. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് ആളുകളോട് പറയാൻ ഇറങ്ങിപ്പോടാ, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോണം. നമ്മളയാളെ കണ്ടറിയാം എന്തുകൊണ്ട് ഇതല്ല. എന്നാൽ അത് കുട്ടികളുടെ വിവാഹം ആലോചിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ നരകം ആലോചിച്ച്, ബർസഖിയായ ജീവിതം ആലോചിച്ച്, ഖബറിലെ ശിക്ഷയുടെ ഗൗരവം ആലോചിച്ച്, പരലോകത്ത് നന്മ തിന്മകൾ പോക്കുന്നത് ആലോചിച്ച്, സഹോദരാതുപോലെ സിറാത്തുൽ കടന്നു പോകുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പൊ അവർ ചിലപ്പോൾ പറയും, കാരണം മനസ്സിന്റെ സമനില തെറ്റി. അത് ആത്മീയ വിഷയമായതുകൊണ്ട് അത് മാനസികമെന്നോ ഭ്രാന്തെന്നോ പറയുന്നത് അവർക്ക് സൂഫി. ഇന്നുണ്ടല്ലോ ജീവിച്ചിരിക്കുന്ന ഒരുപാട് സൂഫികൾ. എന്നാൽ ഞങ്ങൾ സൂഫികളാണ് എന്നാണ് അത് വിളിച്ചു പറയുന്നത്. ഒരവസ്ഥ രാവിലെ സുബഹി നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുത്തം ദിക്റിൽ മുഴുകി, സൂര്യൻ ഉദിച്ച ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ എഴുന്നേറ്റ് ദുഹ നിസ്കരിച്ച് വീണ്ടും അതേ ഇരുത്തം ബഹുർക്ക് ബാങ്ക് കൊടുക്കുന്നത് വരെ ദിക്റിൽ മുഴുകിയ ആളായിരുന്നു പല ദിവസങ്ങളിൽ മഹാനായ. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ എല്ലാവർക്കും അറിയുന്ന കാര്യം, എല്ലാവർക്കും പൈസന്റെ ഏർപ്പാടുണ്ടായിരുന്നു. ഈ അടുത്ത യാത്രയിൽ ഒരു നിക്കാഹിന് പോകുമ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ കഴിഞ്ഞ ആഴ്ച, ആ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ BMW എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ കാറിന്റെ ബാക്കിലുള്ളത് അതിന്റെ ആ ചിഹ്നം എടുത്തിട്ട് നേരെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. യഥാർത്ഥ BMW ഈ ഓട്ടോറിക്ഷ യാതൊരു ബന്ധമില്ല, അത് തമാശ. അതുപോലെ യഥാർത്ഥ അതവിടെ നടക്കുന്ന സമയത്താണ് പാറക്കണ്ടിൽ 2 മുസ്ലിം സഹോദരങ്ങൾ നാട്ടാളികളെ പേര് പറഞ്ഞിട്ട് അടിച്ചു കൊണ്ടിട്ട് കെട്ടിപ്പോയി. പെട്ടൊരു കൂട്ടരായി തമിഴ് കാര്യമില്ല. മലപ്പുറത്ത് തങ്ങളാണ് ജീവിക്കുന്നത്, വേങ്ങര ആകിയത് എന്നോടാളുകൾ സങ്കടത്തോടെ പറഞ്ഞു, എതിന്റെ കുടുംബം എതിന്റെ മൂത്താക്കല്ലേ ആകൂല, ആരായി നേരെ മൂത്താക്കല്ലേ ആകൂല, നരകത്തിലാണെന്ന് അല്ലാഹു തആല അവർ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ആരായിട്ടില്ല, എത്ര വളരെ അള്ളാഹുവിന്റെ വിശുദ്ധ ശരീഅത്തിന് കൊഞ്ഞനം കുത്തുന്നവർ എത്ര അപകടകരമായ അവസ്ഥ. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ സൂഫികൾ ആരെ മുന്നിൽ നരേന്ദ്രമോദി
ഭരതൻ എന്നൊരാള് പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നുണ്ട്. മാതാവ് പെണ്ണാണ്, ആണാവുമ്പോ തന്നെ പിതാവാണ്. എന്നിട്ട് യാതൊരു കാഴ്ചപ്പാടില്ല വിളിച്ചു പറയും. അതിലേറെ വലിയ തമാശ ചില സൂഫി വനിതകൾ അതിൽ പങ്കെടുക്കും. തലയിൽ ഒരൊറ്റ മുടിയല്ല, മുടിയുണ്ട്, മറച്ചിട്ടില്ലായിരുന്നു, ഒരൊറ്റ മുളക് പോലെ ഒരു തെളിവുണ്ട്. ഇതൊക്കെ ആ ആയത്തോടിയിട്ട് ശരീരത്തിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല എന്നാണ് സൂഫി സമ്മതിക്കുന്നത്. ഇതൊക്കെ ദീനത്വം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം അമേരിക്കന്റെ മതം ഏത് സ്വീകരിക്കും. ഏതായിരുന്നാലും സഹോദര, നമ്മളിവിടെ ഗൗരവത്തിലെടുക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ ശരീരത്തിന്റെ നിയമങ്ങൾ. ആ നിയമങ്ങളെ നമ്മൾ പരിപൂർണമായി അംഗീകരിക്കണം. അതാണ് അള്ളാഹു പറയുന്നത്. ഇന്ന് സൂറത്തിലൂടെ കൽപ്പിക്കുന്നത് ആ വിഷയം തന്നെ. അപ്പൊ അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഇന്ന് സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനും അവന്റെ റസൂലിനും ഒരാൾ എതിര് നിന്നാൽ അവൻ ശാശ്വതമായി നരകത്തിലാകും. അതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനും അവന്റെ റസൂലിനും ഒരാൾ ലംഘനം നടത്തിയാൽ തീർച്ചയായും അവനിക്ക് ജഹന്നം എന്ന നരകമുണ്ട്. അതിൽ അവർ ശാശ്വതരാണ്, അവർ നിത്യവാസികളാകുന്നു. അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഒരിക്കലും പാടില്ല. പിന്നെ എന്ത് വേണം? അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ പരിപൂർണമായിട്ട് ഒരാളെങ്കിലും. ഇതാണ് അള്ളാഹു തുറന്നു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് തുടർന്ന് അള്ളാഹു പറയുന്നത് ഏതുവരെ ഉണ്ടാകും ഈ നിഷേധം? അള്ളാഹുവിനെ എതിർക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കുന്നത്. അവരോട് താക്കീത് ചെയ്യപ്പെട്ടതിനെ അവർ കാണുന്നത് വരെ ആ ഒരവസ്ഥ വരുമ്പോൾ അവരോട് താക്കീത് ചെയ്യപ്പെട്ടത് വരുന്ന സന്ദർഭം അന്ന് അവർക്ക് ബോധ്യം വരും ആരുടെ സഹായിയാണ്, ഏറ്റവും സഹായികളാണ്, ഏറ്റവും ദുർബലർ എന്ന് എണ്ണത്തിൽ കുറവ് ആരാണെന്ന് അവർക്ക് ബോധ്യം വരുന്നതാണ്. രണ്ട് നിലക്കാണ്. ഒന്ന് ബദറിൽ വെച്ച് തന്നെ അല്ലാഹു തആല ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തിയത്. ബദർ യുദ്ധത്തിൽ അവർക്ക് ശരിക്കും അത് ബോധ്യപ്പെട്ടത്. അബൂജഹൽ അടക്കമുള്ള ആളുകൾ 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷിതം. ആദ്യം അവർ പറഞ്ഞത് അവർക്കൊന്നും പ്രശ്നമില്ല, അവർ വിചാരിച്ചതും അങ്ങനെ. പക്ഷേ അവരുടെ നടത്തലിൽ ഒതുങ്ങി അല്ലാഹു തആല ഓടിച്ചു ദുനിയാവിൽ നിന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും കാണിക്കും. അല്ലെങ്കിലും മുഅ്മിനീങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹു തആല എല്ലാ കാലഘട്ടത്തിലും വിജയം നൽകിയ മുഅ്മിനീങ്ങളാണ്. ബദർ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഭൗതികമായിട്ട് നമ്മുടെ വിഭവങ്ങൾ കുറവായി, അന്നവരം കുറവാണ്, ആയുധം കുറവായി. നമ്മൾ നമുക്ക് അല്ലാഹു തആല മലക്കുകൾ അല്ലാഹു വന്നത് നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളാണ് ഉത്തമർ, ഉന്നതർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഉന്നതരാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പരിപൂർണമായി അംഗീകരിക്കും. ആ അംഗീകരിക്കുന്നവരെ നമ്മൾ ഇന്നിപ്പോ നേരെ മറിച്ചുള്ളതാണ്. ഈ മറവി എന്നുള്ളത് വലിയാണ്. മരണം ഇപ്പൊ വീട്ടിൽ സംഭവിക്കുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അതങ്ങനെ മറക്കും. ആ മറവിയല്ല അനുഗ്രഹം. ചിലതിൽ നിന്ന് മാറ്റാൻ പാടില്ല. ഇപ്പൊ നേരത്തെ അല്ലാഹുവിന്റെ തിരുദൂതരെ വളരെയധികം ഇകഴ്ത്തുന്ന രൂപത്തിൽ നമ്മുടെ പത്രത്തിൽ ചില പരാമർശങ്ങൾ, പിന്നെ ഒരു നിർവ്യാജ എന്ന് പറയും. നിർവ്വലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവും.
അത്തരത്തിലുള്ള പത്രങ്ങൾ നമ്മുടെ വീട്ടിൽ പടി വരെ ഒരു കുട്ടിയും സൈക്കിളിൽ വന്നിട്ട് അത് നമ്മുടെ സിറ്റൗട്ടിലേക്ക് നേരിട്ട് എറിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. മാതൃഭൂമിയല്ലോ വരെ അള്ളാന്റെ തിരുവേദന. അല്ലാതെ നമ്മൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ട. അതൊക്കെ അർഹമായ അവഗണന അത്തരം കാര്യങ്ങൾ നൽകേണ്ട. അള്ളാന്റെ തിരുവേദന ഒരു മഹാചമ്മാടിയെപ്പോഴും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അള്ളാന്റെ തിരുദൂതൻ യാതൊരു ഉത്തരവാദിത്വം ബോധവും ഇല്ലാതെ എഴുതുന്നു എന്ന് പറഞ്ഞാൽ സഹോദര അംഗീകരിക്കാൻ കഴിയും. നമ്മൾ വളരെ അത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളങ്ങനെ മറന്നുപോകും. ഒരു വിവാദം പണ്ട് ഒരു വലിയ ദുരന്തമുണ്ടായി. കുറച്ച് ദിവസമൊക്കെ ചർച്ച ചെയ്യാം. പിന്നെ സാവകാശം അത് നടത്തും. തീവണ്ടി ദുരന്തമുണ്ടായാലും അപ്പോൾ ഇന്നത് കുറെ ചർച്ച. ഒരു വലിയ ബസ് അപകടമുണ്ടായാലും കുറച്ച് ദിവസം ചർച്ച ഉണ്ടാവും. പിന്നെ ഒരു സ്കൂൾ ബസ് മറിഞ്ഞാൽ അത് കുറച്ച് ദിവസമായി ചർച്ച ഉണ്ടാവും. പിന്നെ ആ വിഷയം മറക്കും. എന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വിഷയം മറക്കും. നമ്മൾ ഓവർ സൗഹൃദത്തിന്റെ ആളുകളോ തിരിച്ചും കൊണ്ട് സൗഹൃദം അള്ളാനെയും റസൂലിനെയും എതിർക്കുന്നവരെ വളരെയധികം ശ്രമിക്കണം. അള്ളാൻ റസൂലിനെ ആരെങ്കിലൊക്കെ എഴുതിയാൽ നഷ്ടമൊന്നുമില്ല. അള്ളാന്റെ തിരുദൂതരെ ഇകഴ്ത്തും തോറും സൂര്യൻ മാറ്റുകൂടെ ചെയ്യും. എല്ലാ കാലത്തും ഇകഴ്ത്തുന്ന ആളുകൾക്ക് മാത്രമാണ് അതിന്റെ കോട്ടമുണ്ടാവും. പരിശുദ്ധമായ നിസ്കാരത്തിൽ സൂറത്ത് ഓതിക്കുമ്പോൾ അള്ളാന്റെ തിരുദൂതരെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അയാളെ കഴുത്ത് വെട്ടി സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല വിഷമിപ്പിക്കുന്നത് അവർക്ക് മാത്രമല്ല. അബൂ ഖുഹാഫ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ ഖുഹാഫ നബിയെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ മകനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവായ അബൂ ഖുഹാഫയുടെ മുഖത്ത് വാപ്പാനെ എടുത്ത് നടത്തുന്നു. അടിക്കണമെന്ന് പറയുന്നത് റസൂലിനെ പറയുന്നത് റസൂൽ അനുയായികൾക്ക് കേൾക്കാൻ കഴിയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ വളരെ ഖുർആനിലൂടെ വളരെ പണ്ഡിതമായി പറയാണ്, അല്ലാഹുവും റസൂലും ലംഘനം കാണിക്കുന്നവർ അവർ ജഹന്നമെന്ന് നൽകുന്നു. അവർ അതിൽ നിത്യവാസികളാക്കി, അവർ അതിൽ ശാശ്വതരാകും. എന്നിട്ട് അവർക്ക് തന്നെ ബോധ്യം വരുന്നത് അവരോട് താക്കീത് ചെയ്യപ്പെട്ടത് അതിനവർ കണ്ടുമുട്ടുന്ന സന്ദർഭം ആരുടെ സഹായികളാണ് ദുർബലർ, എണ്ണത്തിൽ കുറവ് ആരാണ് എന്നവർക്ക് ബോധ്യം വരുന്നതാണ്. ദുനിയാവിലെ അല്ലാഹുവിന്റെ ശിക്ഷയാക അതല്ലെങ്കിൽ പരലോകത്തെ ശിക്ഷ. എല്ലാവർക്കും സംശയമില്ലല്ലോ. പരലോകത്തെ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും പരിപൂർണമായി ബോധ്യം വരും. എല്ലാ ആളുകൾക്കും ബോധ്യം വരും. അന്ന് എല്ലാ ആളുകളും വിരൽ പിടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ തുടക്കം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം വിശാലമായ ഒരു വിഷയമാണ്. അതായത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണ് ഈ അദൃശ്യമായ കാര്യങ്ങൾ. അത് അള്ളാഹു മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയാൻ കഴിയില്ല. അതായത് അള്ളാഹു പോലും അറിയിച്ചു കൊടുക്കൂല, ഒരാൾക്ക് അറിയിച്ചു കൊടുക്കാനും കഴിയില്ല എന്നുള്ള രൂപത്തിലൊക്കെ തോന്നിപ്പോ ചില ആളുകളിലാണ്. വളരെ വിശാലമായ വിഷയമാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ട് നമുക്ക് വിശാലമായി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. നമ്മൾ തുടങ്ങി വെച്ചതാണ്. അതിന്റെ ഇടയിൽ ഒരു ഇടവേള സംഭവിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് റാഹത്തോടുകൂടെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല സമയങ്ങളിലായി ഇതിനെ സഹായിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതും അല്ലാഹു സ്വാലിഹായവരായി നമ്മിൽ നിന്ന് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമുക്കറിയാം നമ്മുടെ ക്ലാസ് നടക്കുന്ന നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാ ഒരു വിപുലീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന്റെ കാർപ്പറ്റ് അതുപോലെ തന്നെ പെയിന്റിങ് ഒരുപാട് കാര്യങ്ങൾ ഇതിനൊക്കെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഭീമമായ സംഖ്യ ഇതിനൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വീടുകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്. അതേപോലെ നമ്മുടെ പള്ളിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അഭിമാനകരമായ രൂപത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പള്ളിയിൽ നടന്നിട്ടുണ്ട്. അല്ലാഹു തആല ഇതിനൊക്കെ ചെലവ് ചെയ്തവർ അവരുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇതിനൊക്കെ ചെലവ് ചെയ്തവർ അവരെ
അവരുടെ മാതാപിതാക്കളെ മരിച്ചുപോയവരുടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ലാഹു അവരിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രത്യേകം ദ്വാരക്കണം. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച നമ്മോട് വിട പറഞ്ഞു എന്നറിയാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല വെളിച്ചം നൽകി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹു അവരുടെ ഹസനാത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. സയ്യിആത്തുകളൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സഹോദരന്റെ ഭാര്യ അതുകൊണ്ട് നമുക്ക് ദ്വാരക്കുമ്പോൾ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന നമ്മുടെ ഒരു ഡ്രൈവറായ നമ്മുടെ ഒരു സഹോദരൻ കുഞ്ഞിപ്പു എന്ന് പറയുന്ന സഹോദരന് മരണപ്പെട്ട വിവരം നമ്മളൊക്കെ അറിഞ്ഞതാണ്. നമ്മുടെ ക്ലാസ്സിന് വന്നിരുന്ന സഹോദരനാണ്. നേരത്തെ നമ്മോട് വേർക്കാൻ പറഞ്ഞിരുന്ന സഹോദരനാണ്. ആ സഹോദരന്റെ പേരിൽ പ്രത്യേകം നമുക്കൊന്ന് ദുആ ചെയ്യണം. അല്ലാഹു തആല ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ. പ്രത്യേകം ദ്വാരക്കാണ് അവരുടെ പേരിൽ പ്രത്യേകം ദ്വാരക്കാനാണ് നമ്മുടെ ചായക്കൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അതുപോലെ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി നമ്മുടെ ഒരു സഹോദരൻ 100 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ സഹോദരിയുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യുന്നത് 300 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു അതിന്റെ പ്രതിഫലമായി അവരിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഹലാലായ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് നൽകിയത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഒരല്പം നേരത്തെ ഞാൻ മണിക്കൂർ നിർത്തിയതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിഹരിക്കാൻ സമയം നമുക്ക് പരിഹരിക്കാം എന്നൊരു തുടക്കമാണ്. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യാനാണ്. വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അൽഹംദുലില്ലാഹ് വലിയ പ്രയാസങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ടില്ല. ഡോക്ടറുടെ നിർദ്ദേശമാണ് ക്ലാസ്സുകൾ നല്ല നല്ല തുടങ്ങാനുള്ളൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നലെ രാത്രി മമ്പുറത്തെ ഖുർആൻ ക്ലാസ്സോടുകൂടെ ഇന്നലെ അവിടെ സിയാറത്ത് ചെയ്തതിന്റെ ശേഷം തുടക്കം കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ശരിയാക്കി നിങ്ങളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. രോഗാണെങ്കിലും നമുക്കാണ് അതിനുള്ള ചികിത്സ പ്രത്യേകം നടക്കും. ഈ സാധാരണ വരുന്ന രോഗത്തെക്കാൾ മാരകമാണ് ചെയ്യാതിരിക്കലിൽ നിന്നും അതുപോലെ മാരകക്കാരിൽ നിന്നൊക്കെ വരുന്നത് ഷർറുകൾ. നമ്മളാരും ബുദ്ധിമുട്ടിച്ചിട്ടല്ല, നമ്മൾ നന്മ ചെയ്യുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രത്യേകം ദ്വാരക്കണം. നമ്മുടെ ദ്വാരാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ വിജയവും നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ആളുകളുടെ ആത്മാർത്ഥമായ ദ്വാരകൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ട് അസുഖം മാറാൻ അറുത്തു കൊടുക്കാൻ നോമ്പ് നോക്കാൻ സ്വലാത്തിലെല്ലാം ഒരുപാട് ശാസ്ത്രകണക്കിന് അരി തീരുമാനങ്ങളിലേക്ക് കൊടുക്കാൻ നേർച്ചാക്കിയത് ഓരോരുത്തർ വിളിച്ചു കളിക്കണം നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ ഖുർആനെ സ്നേഹിച്ചുകൊണ്ടാണ് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു തആലാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ നമുക്ക് ദുആ ചെയ്യാം. بسم الله الرحمن الرحيم. اعلم انه لا اله الا الله 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 لا إله إلا الله لا إله إلا الله أستغفر الله الذي 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 اللهم صل على محمد والآل كلهم وسلم. 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 اللهم صل على محمد والآل كلهم
بلغني وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, പരിശുദ്ധമായ നിന്റെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതിന്റെ ഖുർആൻ പഠിക്കുന്നതിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ നമ്മുടെ പാപങ്ങൾക്ക് മാഫാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ സകല ദോഷങ്ങളും ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈമാൻ നൽകണേ റഹ്മാനെ. ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ആക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ വിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായും പകർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ നിസ്കാരം സ്വീകരിക്കണേ റഹ്മാനെ. ഖുർആൻ പാരായണം സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. റാഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഈ വരവ് സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഉപജീവനത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ശുദ്ധമായ ഈ ശ്വാസം നിർമ്മിച്ചുകൂടി അവർ നിന്റെ ഭവനത്തിൽ ഇരുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. ഓരോ സെക്കൻഡുകളും കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇരുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ പള്ളിയിൽ ഇരുന്നതിന് പരിപൂർണമായ കൂലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ശ്വാസത്തിലുള്ള ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഈ ശ്വാസത്തിലുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരും ക്ലാസ്സും വഴിയും മറ്റും അല്ലാഹുവേ എല്ലാവർക്കും നൽകണേ റഹ്മാനെ. പുറത്ത് ഇത് വീക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുന്നവർ അല്ലാഹുവേ, അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് വിദേശത്ത് വാങ്ങിയുള്ള സഹോദരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ജോലികളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നിയമങ്ങൾ മാറി വരുന്നത് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവർക്ക് പ്രയാസം വരുന്ന അവസ്ഥയിൽ തൊട്ട് കാക്കണേ റഹ്മാനെ. അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെ തൊട്ട് ഭരണാധികാരികളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും ഇസ്സത്ത് നൽകണേ റഹ്മാനെ. കടങ്ങളും പ്രയാസങ്ങളും നൽകണ്ട റഹ്മാനെ. അല്ലാഹുവേ, ആത്മാഭിമാനം നൽകണേ റഹ്മാനെ. അന്തസ്സുള്ള അവസ്ഥ എല്ലായിടത്തും നൽകണേ റഹ്മാനെ. ജോലികളിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. പള്ളികളെ, മദ്രസകളെ, ദീനിന്റെ കാര്യങ്ങൾക്ക് സഹായിക്കുന്നവർ, കുടുംബം പോറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടു പോയവർ അല്ലാഹുവേ ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളൊന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കൾ പലരും ഖബറിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ ഖബറിൽ ഒരിക്കലും അവർക്ക് ശിക്ഷ നൽകല്ല റഹ്മാനെ. നമ്മുടെ ഹസനാത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. സയ്യിആത്തുകൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓരോ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ
പ്രതിഫലം ഞങ്ങളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ക്ലാസ്സിന് വന്നിരുന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ, അതുപോലെ ഞങ്ങളുടെ സഹോദരന്റെ ഭാര്യ, അല്ലാഹുവയുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ ക്ലാസ്സിലേക്ക് അവർ ചെലവ് ചെയ്ത് സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ പ്രതിഫലങ്ങളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരൻ, ആ സഹോദരന്റെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ഈ ക്ലാസ്സിലേക്ക് കുടിക്കാൻ നൽകിയത് അല്ലെങ്കിൽ പണം വന്നിട്ടത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരി, ആ സഹോദരിയുടെ ഈ ക്ലാസ്സിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി നൽകിയ സംഭാവന സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ പ്രതിഫലം ഞങ്ങളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങൾ ഇന്നത്തെ മരണപ്പെട്ടു പോയ കുറെ ആളുകളുണ്ട്. അല്ലാഹുവേ, ഇതൊക്കെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ അവസ്ഥയിൽ ഞങ്ങളും എത്തുന്നതൊക്കെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പരലോകം രക്ഷപ്പെടാനാണ് റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റഹ്മാനെ. നിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം വെളിച്ചം നൽകണേ റഹ്മാനെ. ഏറ്റവും നല്ല പ്രവർത്തനമാണ് റബ്ബേ ഞങ്ങൾ ചെയ്യുന്നത്. സ്വീകരിക്കണേ റഹ്മാനെ. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അവരാണ് ഞങ്ങളിൽ ഉത്തമർ എന്ന് പുണ്യനബി പഠിപ്പിച്ചു. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അസ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ എന്ന് പുണ്യനബി പഠിപ്പിച്ചു. എന്റെ ഉമ്മത്തിൽ അതിശ്രേഷ്ഠർ ഖുർആൻ വാഹകരാണ്. അത് പഠിക്കുക, അത് പ്രവർത്തിക്കുക, അത് പ്രചരിപ്പിക്കുക, ഇവരാണ് ഖുർആൻ വാഹകരെന്ന് പറഞ്ഞാലെന്ന് പുണ്യനബി പഠിപ്പിച്ചു. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇത് അറേഞ്ച്മെന്റ് ചെയ്തവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അർഹമായ കൂലി നൽകണേ റഹ്മാനെ. നിന്റെ വർക്കത്ത് കൊണ്ട് കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും എല്ലാ മേഖലകളിലും വർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. നിന്റെ വർക്കത്ത് കൊണ്ട് ഉപജീവനത്തിൽ വിശാലത നൽകണേ റഹ്മാനെ. റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കും ഫലങ്ങൾ നൽകണ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ നൽകണ റഹ്മാനെ. ക്യാൻസർ പോലാത്ത രോഗങ്ങൾ നൽകണ റഹ്മാനെ. ബ്രെയിൻ ട്യൂമർ നൽകണ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയകൾ നഷ്ടപ്പെടുത്തൽ റഹ്മാനെ. ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നൽകണ റഹ്മാനെ. എത്രയോ കുടുംബങ്ങൾ സാമ്പത്തികമായി തകർന്നിട്ടുണ്ട്. ഒരാൾ രോഗിയായാൽ അതിന്റെ പിന്നാലെ ഓടണമൊക്കെ. ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, നരകയാതനകൾ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ കിടക്കുന്നവരും നോക്കുന്നവരും പ്രയാസപ്പെടുന്നൊരവസ്ഥ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊരു വസിയ്യത്ത് പോലും ചെയ്യാൻ കഴിയാതെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. രോഗം നിന്റെ അനുഗ്രഹമാണ്. രോഗം വന്നാൽ അത് കാരണം ദോഷങ്ങൾ പുറക്കപ്പെടും. പക്ഷെ ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് വളരെ കുറവാണ്. ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. ഈമാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ ഒരിക്കലും എത്തിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി മരിച്ചു പോയവർക്ക് പരിപൂർണ്ണ കൂലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായി ധാരാളം ആളുകൾ വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ട്. അവരുടെ ഒക്കെ മനസ്സിൽ നിനക്കറിയാം, ബുദ്ധിമുട്ടറിയാം. അവരുടെ വേദനകൾക്ക് ശമനം നൽകണേ റഹ്മാനെ. അവരുടെ വേദനകൾക്ക് ശമനം നൽകണേ റഹ്മാനെ. ചെറിയ കുട്ടികൾ പോലും മാരക രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നുണ്ട്. ശിഫ നൽകണേ റഹ്മാനെ. ഖുർആന്റെ ഹഖ് കൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുട്ടികളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ കുട്ടികൾക്ക് മാരക രോഗങ്ങൾ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആന്റെ ഹഖ് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ മക്കളെ കാക്കണേ റഹ്മാനെ. ആ പരീക്ഷണങ്ങൾ നൽകണേ റഹ്മാനെ. അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട അവസ്ഥ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളുടെ ഭാര്യമാർ. അവർക്ക് രോഗങ്ങൾ നൽകുന്ന റഹ്മാനെ. അവർക്ക് നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളൊന്നും നൽകുന്ന റഹ്മാനെ. കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് പ്രധാന സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളൊക്കെ കുടുങ്ങിയവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. ആ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അതിനാവശ്യമായ ജോലികളും വരുമാനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ സമ്പത്തിനൊക്കെ നല്ല രൂപത്തിൽ വർദ്ധനവ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പള്ളിക്ക് വേണ്ടി ഒരുപാട് ചോദിച്ച ആളുകളുണ്ട്. അർഹമായ കൂലി നൽകണേ റഹ്മാനെ. ഇതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്നവർ, മദ്രസ നടത്തുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഖുർആന്റെ ക്ലാസുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അർഹമായ എല്ലാവർക്കും അർഹമായ കൂലി നൽകണേ റഹ്മാനെ. അവരുടെ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ സാക്ഷിനെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗ്ഗത്തിൽ നിന്ന് നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. സുയാലുള്ള ചെറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മാരണക്കാരുടെ ചെറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. സിഹർ ചെയ്യുന്നവരുടെ കുലങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും
എല്ലാവർക്കും നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. പരസ്പരം ഐക്യവും സ്നേഹവും നൽകണേ റഹ്മാനെ. സത്യവിശ്വാസികൾ യോനിപ്പ് നൽകണേ റഹ്മാനെ. ജന്മിപ്പൊരിക്കലും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ ഈമാനോടുകൂടെ പുറത്ത് പെരുമചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അവർ ശിക്ഷയെ കൊണ്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ പരലോകത്തെ അർശിന്റെ തണലിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുത്തുനബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ചൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. പരസ്പരം മെസ്സേജുകൾ നൽകിയിട്ട് ആരെങ്കിലൊക്കെ തരാം മറന്നവരുണ്ടെങ്കിൽ ആ കാര്യം ബോധ്യപ്പെടുത്തി അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം. അസ്സലാമു അലൈക്കും. ഇന്ന് മഗ്‌രിബിന്റെ നമ്മുടെ പള്ളിയിലൊക്കെ സ്വലാത്ത് ഉണ്ടാവുന്നുള്ള കാര്യമാണ്.